രണ്ടും കൂടെ ചേർന്ന് വന്നപ്പോൾ എങ്ങനെയുണ്ട്? രണ്ടും കൂടെ ചേർന്ന് വന്നപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഞങ്ങൾ ആദ്യ ഘട്ടത്തിൽ വിചാരിച്ചിരുന്നത് ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുമെന്നായിരുന്നു ഫസ്റ്റ് ഒരു ഇത് വന്നപ്പം. ഇപ്പോൾ എം സ്വരാജ് കൂടെ അതിനേക്ക് വന്നപ്പോൾ ഒരു ടൈറ്റ് മത്സരമായി വന്നിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഇപ്പോൾ അൻവർ കൂടെ ആഡായപ്പോൾ ഒരു ത്രികോണ മത്സരത്തിലേക്ക് അത് പോയി. വോട്ട് സ്പ്ലിറ്റ് ആകാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ ആര് ജയിക്കുമെന്നുള്ളതൊരു ഇതിലാണ്. എങ്കിൽ പോലും നമ്മുടെ ഒരു പ്രതീക്ഷയിൽ എം സ്വരാജിനെയാണ് നമുക്കൊരു പ്രതീക്ഷ ഉള്ളത്. കാരണം എം സ്വരാജ് ഒരു കരുത്തുറ്റ നേതാവായതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു രാഷ്ട്രീയം എന്നുള്ളതിനെ മുൻഗണിച്ച് പറയല്ല. നമുക്കൊരു പ്രത്യേക ഒരു രാഷ്ട്രീയമല്ല. നമ്മൾ ആരാണോ നമുക്ക് ഗുണം ചെയ്യണേ, ജനങ്ങൾക്ക് ഗുണം ചെയ്യണേ, അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊരു 35 വർഷത്തോളം നമ്മുടെ ഇത് കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമായിരുന്നു. പിന്നെ അൻവർ വന്നപ്പോഴാണ് ഒരു 2 തെരഞ്ഞെടുപ്പിലും അൻവർ ഇവിടെ CPM-ന്റെ സ്ഥാനാർത്ഥിയായി നിന്ന് അദ്ദേഹം 2 പ്രാവശ്യം CPM-ന്റെ സീറ്റായി മാറി. അപ്പോൾ സ്വരാജിനാണ് സാധ്യത കാണുന്നത്. അത് കാൻഡിഡേറ്റ് പ്രധാനമല്ലേ? എം സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയാണ് പ്രധാനമായത്. അല്ലാതെ ഒരു പാർട്ടി എന്നുള്ള നിലയിലല്ല ഇവിടെ വോട്ട് പോകാൻ പോകുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം.